മടുത്തേ ജോലി ചെയ്ത് മടുത്തേ എന്ന് പറയാം. അതായത് വീട്ടുജോലി ചെയ്തിട്ടാണ് കേട്ടോ. ആകെ ഒരു ഓഫ് കിട്ടിക്കഴിഞ്ഞാൽ രാവിലെ പണി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം ആയാലും പണി തീരത്തില്ല. അതുപോലെ നല്ല അത്യുഗ്രം പണിയായിരിക്കും കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഓരോ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ആ ഫംഗ്ഷൻ പോയിട്ട് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിനുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇതങ്ങനെയൊന്നുമല്ല, ഇഷ്ടം പോലെ പണി ചെയ്ത് തീർക്കാനുണ്ട്. ഇത് പിന്നെ എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇവിടെ വാഷിംഗ് മെഷീനില്ലേ കൈകൊണ്ട് നനയ്ക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സമ്മറൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഈ ഡ്രസ്സുകളൊക്കെ പുറത്തിട്ടുകൊണ്ട് പോകും. ഇതൊരു 2 പ്രാവശ്യം വാഷിംഗ് മെഷീനിനകത്ത് ഇട്ട് അലക്കി കഴിയുമ്പോഴത്തേക്കിന് പിന്നെ അത് ആ നൂലെല്ലാം പൊങ്ങി ആകെ വൃത്തികേടാകും. അതുകൊണ്ട് തന്നെ എൻ്റെയും കുഞ്ഞിൻ്റെയും സമ്മറിലിടുന്ന സ്കൂളിലിടുന്ന ഡ്രസ്സും ഡ്യൂട്ടിക്ക് ഇടുന്ന ഡ്രസ്സും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ കൈകൊണ്ട് വാഷ് ചെയ്യും. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് അത് വെയിലത്ത് കിടന്ന് ഉണങ്ങുകയും ചെയ്യും. പിന്നത്തെ അടുത്ത വലിയ പരിപാടിയാണ് ഈ വീട് അടിച്ചു വാരി വൃത്തിയാക്കുക എന്നുള്ളത്. പിന്നെ ബാൽക്കണി മിക്കവാറും തന്നെ അടിച്ചു വാരണം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മഴയും പൊടിയും എല്ലാം കൂടെ കയറിയിട്ട് അവിടെ ആകെപ്പാടെ ഇതായിട്ട് കിടക്കുമായിരിക്കും, നിറച്ചു പൊടിയായിരിക്കും. പിന്നെ കൊച്ചിന് സമ്മർ വെക്കേഷനും കൂടി ആയതുകൊണ്ട് അവിടെ പോരുന്നത് സ്ഥിരം കളിക്കുകയും കൂടി ചെയ്യുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയിരുന്നത് വൃത്തിയാക്കുകയും കൂടി വേണം. അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ പണി ചെയ്ത് വെക്കാനുണ്ട്. ഞാൻ വിചാരിച്ചു എന്താന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യേണ്ട, സുഖമായിരിക്കും, ഡ്യൂട്ടിക്ക് മാത്രം പോയാൽ മതിയെന്ന്. പക്ഷേ അല്ല കേട്ടോ, അത്യാവശ്യം നല്ല പണികൾ ചെയ്തിട്ട് വേണം.